ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവിയിൽ സംഭവിച്ചത് ഒന്ന്, ഇരുട്ട് മാറി. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ തിരുജനനത്തിന്റെ വിശേഷത വ്യക്തികളുടെ, കുടുംബത്തിന്റെ, ദേശത്തിന്റെ ഇരുട്ട് മാറ്റും. ഈ യോഗം ഇവിടെ നടത്തുന്നത് ആ ഉദ്ദേശത്തോടു കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഈ ദേശത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരണം. ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് എന്നേക്കാൾ അറിവും പരിജ്ഞാനമുള്ളവരാ, വിശേഷിച്ച് വചനത്തിലുമൊക്കെ. ഒന്ന്, ദേശത്തിന്റെ ഇരുട്ട് മാറ്റും. രണ്ട്, ആ ഭാഗം ശരിക്ക് വായിക്കുമ്പോൾ അവിടെ ഒരു പദമുണ്ട്, സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി കൊണ്ട് മനുഷ്യ സമൂഹത്തിന്, മാനവരാശിക്ക് സന്തോഷം കൈവരും. സന്തോഷം കിട്ടാൻ മനുഷ്യൻ ധാരാളം കാര്യങ്ങൾ ചെയ്യാറുണ്ട്, പോകാറുണ്ട്, പ്രവർത്തിക്കാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്താൽ നിരാശ മാറി സന്തോഷം ഉണ്ടാകും. അപ്പൊ ഒന്ന്, ഇരുട്ട് മാറും. രണ്ട്, സന്തോഷം ഉണ്ടാകും. മൂന്ന്, ആ ഭാഗത്ത് ഇങ്ങനെ ദൂതൻ പറയുകയാ അവരോട് ഭയപ്പെടേണ്ട. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി കൊണ്ട് ആമേൻ നമ്മുടെ ഭയം മാറും. പല വിഷയത്തിൽ ഭയമുള്ളവരെ ഇന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ട്. രോഗങ്ങളെ ഭയക്കുന്നവരുണ്ട്, പ്രകൃതി ശക്തികളെ ഭയക്കുന്നവരുണ്ട്, സമൂഹത്തെ ഭയപ്പെടുന്നവരുണ്ട്, ചുറ്റുപാടുകളെ ഭയപ്പെടുന്നവരുണ്ട്. എല്ലാവരും യോജിക്കത്തില്ല. ആഭിചാരത്തെ ഭയപ്പെടുന്നവരുണ്ട്. ഇന്ന് എന്നോടൊരാൾ പറഞ്ഞു, എനിക്ക് ഒന്നും പേടിയില്ല, പക്ഷെ എനിക്ക് പട്ടിയെ പേടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഞാൻ ചന്ത വരെ പോയപ്പോൾ ഒരു സഹോദരനെ പട്ടി കടിച്ചു. അവൻ പറഞ്ഞു 14 കുത്ത് മുറിവുള്ള ഭാഗത്തേക്ക്. തന്നെയല്ലേ കുറേ പന്നപ്പട്ടി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു തള്ള പറയുന്ന പട്ടിയെ ഒന്നും ചെയ്യരുതെന്ന്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിനെ എല്ലാവരും ഭയപ്പെടുന്നവരാ. പിശാചിനെ പേടിക്കുന്നവരുണ്ട്, മരിച്ചുപോയവരെ പേടിക്കുന്നവരുണ്ട്. ഇതിനകത്തും ഉണ്ട്. അവിടെ അമ്മച്ചി തന്നു, അങ്ങനെയൊക്കെ പേടിക്കുന്നവരുണ്ട്. അപ്പോൾ പലവിധ ഭയം മനുഷ്യനുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി വിശദീകരിക്കുന്നില്ല, എല്ലാം ഞാൻ തൊട്ട് പോവുക, വിശദീകരണത്തിലോട്ടൊന്നും പോകുന്നില്ല. യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ നമ്മുടെ ഭയം മാറും. ഒന്ന്, ഇരുട്ട് മാറും. രണ്ട്, സന്തോഷം ലഭിക്കും. മൂന്ന്, ഭയം മാറും. നാല്, ദൂതൻ അവിടെ പറയുന്നൊരു പദമുണ്ട്, നിങ്ങൾക്കൊരു രക്ഷിതാവ്. അപ്പോൾ ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ വിശേഷത നമ്മുടെ രക്ഷിതാവ്. എന്നെ ആരും രക്ഷിക്കാനില്ല, എനിക്ക് രക്ഷകനായിട്ട് ആരുമില്ല, ഞാൻ അനാഥനായ, എന്നെ ആർക്കും വേണ്ട, എന്നോട് തൃപ്തിയിൽ എന്തിനായി ഇങ്ങനെ ജീവിക്കുന്നത്? തലയെ കൈവച്ച് ശപിക്കുന്നവർ, തന്നെത്താൻ ശപിക്കുന്നവരുണ്ട്. അയ്യോ, ഞാൻ ജനിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷെ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നിരാശപ്പെടരുത്, നിനക്കൊരു രക്ഷിതാവ്. ദൈവത്തിന്റെ മഹത്വം. ആ രക്ഷിതാവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുമുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയോടുള്ള ബന്ധത്തിൽ ഞാൻ 4 കാര്യം അവിടെ ഓർപ്പിച്ചത്. വായിച്ച വാക്യത്തോട് കൂറ് പുലർത്തേണ്ടത് കൊണ്ട് ഈ 4 കാര്യം. ഒന്ന്, ദൈവത്തിന്റെ മഹത്വം, പ്രൈസ് ദി ലോർഡ്. വായിക്കുന്നത് ഇരുട്ട് മാറുക. രണ്ട്, സന്തോഷം ലഭിക്കും. മൂന്ന്, അവിടെ വായിക്കുന്നത് നമുക്കൊരു രക്ഷിതാവിനെ ലഭിച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഈ അനുഭവങ്ങൾ പ്രാപിച്ച് വേണം ഇവിടുന്ന് എല്ലാവരും തിരിച്ചു പോകാൻ. ദൈവത്തിന് മഹത്വം. അതിന്റെ 10ാം വാക്യം ഒന്ന് എടുത്തു വായിക്കണമെന്ന് വീണ്ടും അപേക്ഷിക്കുന്നു. ആ 2:10. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ്, സന്തോഷം തരുന്ന മാർഗമാണ്, ഭയം മാറ്റുന്ന മാർഗമാണ് നമുക്കൊരു രക്ഷിതാവും. അതിനോടുള്ള ബന്ധത്തിൽ 10ാം വാക്യത്തെ പറയുകയാ, ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഇന്ന് രാത്രി ഒരു കാര്യം കൂടെ പറയാം. യേശു ക്രിസ്തുവിന്റെ ജനനം എല്ലാവരുടെയും ജനനം പോലല്ല. എല്ലാവരുടെയും ജനന നിലയിലല്ല യേശു ജനിച്ചിരിക്കുന്നത്. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ഈ ഭാഗത്ത് ക്രിസ്തുയേശുവിന്റെ ജനനത്തിന്റെ ഒരു വിശേഷത, ഈ ഭൂമിയിലേക്ക് അവിടുന്ന് ജനിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ആ ജനന വിവരം അറിയിക്കാൻ ആദ്യം ഒരു ദൂതനെ അങ്ങോട്ട് വിട്ടത്.
ഒരു ദൂതനെ. ആ 8-ാം വാക്യം ദൈവദാസനെ ഒന്നുകൂടെ വായിക്കാം. 8. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അടുത്തത്, അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. ഓടിച്ചു വായിക്കാം. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റുമിന്നി, പിന്നെ അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ദൂതൻ ഏകവചനമാ, ദൂതൻ അവരോട്. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി എല്ലാവരുടെയും ജനനം പോലല്ല. ക്രിസ്തുയേശുവിന്റെ ജനനത്തിന് ധാരാളം വിശേഷതകളുണ്ട്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് കൊടുത്തിരിക്കുന്ന പ്രയോഗം യേശു ക്രിസ്തു തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ച് അടക്കപ്പെട്ട് തിരുവെടുത്ത് പറഞ്ഞതുപോലെ ഉയർത്തുന്ന, അങ്ങനെ അല്പം കൂടെ ചേർത്ത് ചിന്തിക്കുന്നതല്ല, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ജനിച്ചത്. ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും ജനനം പോലല്ല യേശു ക്രിസ്തുവിന്റെ ജനനം. എന്താ ജനനത്തിന്റെ വിശേഷത? ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്, അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ജനിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ഈ ജനന വാർത്ത അറിയിക്കാൻ ഒരു ദൂതനെ ആദ്യം വിട്ടു. ഞാൻ നിങ്ങൾ ഇവിടെ ജനിച്ചു, ഏത് ദൂതനാ പറഞ്ഞു? അല്ല, ഉന്നതന്മാരൊക്കെ ഇവിടെ ജനിച്ചിട്ടുണ്ട്. ഏതെങ്കിലും വ്യക്തികൾ ജനിച്ച കൂട്ടത്തിൽ ദൂതനം വന്ന് പറഞ്ഞു. ഇവിടെ പ്രഗത്ഭന്മാരും മിടുക്കന്മാരും ഒക്കെ വന്ന് ജനിച്ചത് അസമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള ആ പ്രമുഖന്മാരെല്ലാം ഇവിടെ ജനിച്ചു. മറനേതാക്കന്മാർ, പണ്ഡിത ശിരോമണികൾ, മാത്രമല്ല രാജാക്കന്മാര്, മന്ത്രിമുഖവന്മാർ എന്ന് വേണ്ട ഓരോ നിലകളിൽപ്പെട്ടവർ, ഉന്നതന്മാർ ജനിച്ച ലോകമാണ്. പക്ഷെ ഇവരുടെ ആരുടെ ജനനത്തിൽ അവൻ ദൈവം ദൂതനെ വിട്ട് ഇങ്ങനെ പറയിപ്പിച്ചിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി നടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു ദൂതനെ ആദ്യം വിട്ടു. ഈ ദൂതൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയും കരുത്തുമാണ്. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ശക്തിയും ബലവുമേറിയ ദൂതന്മാർ. അല്ല, നമ്മളെ പോലെ ചളങ്ങിയിരിക്കുന്നു ഒന്നുമല്ല. ആ നോട്ടോ ഇരിപ്പുമൊക്കെ കണ്ടിട്ട് ദൂതന്മാർക്ക് ശക്തിയുണ്ട്. നമുക്കറിയാമല്ലോ തെളിവ്. ദൈവം ഒരു ദൂതനോട് ഒരിക്കൽ പറഞ്ഞു അശൂർ പാളയത്തിലോട്ട് പോകാൻ. ചെന്ന് 1,85,000. അറിയാമല്ലോ, വിവരിക്കുന്നില്ല. കൺവെൻഷൻ ആയതുകൊണ്ട് എല്ലാം ഒന്നും മൈക്ക് കൂടെ പറയാനും ഒക്കത്തില്ല. വേറൊരിക്കൽ ദൈവം ഒരു ദൂതനെ വിട്ടു, പറഞ്ഞു പീറ്റർ അവിടെ കാരാഗൃഹത്തില്ല, വെളിയിലിറക്കണം. ദൂതൻ വന്ന് പീറ്റർ കിടന്നെടുത്ത് വന്നു. 1-ാം കാവലും 2-ാം കാവലും ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്നു. ദൂതനും പീറ്ററും കൂടെ വെളിയിലിറങ്ങി. പീറ്റർ പ്രാർത്ഥിക്കുന്നിടത്തോട്ട് പോയി. ദൂതൻ പാലസിലോട്ടും പോയി. അവിടെ ഒരു ചെറിയ ശുശ്രൂഷ, വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ദൂതന്മാരെ ആ ദൈവം നമുക്ക് കാവലായി തന്നിരിക്കുന്നത്. ദാനിയേൽ സിംഹ ഗുഹയിൽ കിടക്കുക, ദൈവം ദൂതനെ അവിടെ ഇറക്കി. ദാനിയേൽ പിറ്റേന്ന് പറയുന്നുണ്ടല്ലോ, രാജാവേ, സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ വിട്ടു, സിംഹത്തിന്റെ വായടച്ചു. ഇങ്ങനെ ശക്തിയുള്ള ബലമേറിയ ദൈവദൂതന്മാര് സങ്കീർത്തനത്തിൽ വായിക്കുന്നത് ദൈവത്തിന്റെ രഥങ്ങൾ കോടി കോടിയും 1000,000-ആണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അങ്ങനെയുള്ള ദൂതന്മാർ കോടിക്കണക്കിനാണ്. അതിലൊരു ദൂതനെ വിളിച്ചേച്ച് ദൈവം പറഞ്ഞു അങ്ങോട്ട് എല്ലാം പറഞ്ഞു. അപ്പൊ യേശുക്രിസ്തുവിന്റെ ജനന വാർത്ത അറിയിക്കാൻ ആദ്യം ഒരു ദൂതനെ ദൈവം അയച്ചു. നിങ്ങൾ ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം, ഈ ഒരു ദൂതൻ വന്ന് ആട്ടിടയന്മാരോട് ഈ വസ്തുതയെല്ലാം കൂടെ അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൂതന്മാരുടെ ഒരു സംഘം വീണ്ടും വരിക. 13-ാം വാക്യം വായിക്കാം. 13. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം, പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന്. അവിടെ എത്ര ദൂതന്മാരുണ്ടെന്ന് എഴുതിയിട്ടില്ല, ഒരു സംഘമെന്ന. ആദ്യം വന്നത് ഒരു ദൂതൻ ഈ ജനന വാർത്ത അറിയിക്കാൻ. അല്പം കഴിഞ്ഞപ്പോൾ ഈ ദൂതൻ ഇത് അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ഒരു വലിയ സംഘം ഇങ്ങോട്ട് വന്നു. ഈ സംഘം അങ്ങോട്ട് വന്ന് ഈ ആദ്യം വന്ന ദൂതനോട് ചേർന്ന്, അങ്ങനെ എഴുതിയേക്കുന്നത് വായിച്ചേ. ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അപ്പൊ ദൈവത്തെ പുകഴ്ത്തുമ്പോ ഇങ്ങനെയൊക്കെയാ പുകഴ്ത്തേണ്ടത്. ദൈവത്തിന് മഹത്വം. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ജനനം ആരുടെയും നടന്നിട്ടില്ല. എങ്ങനെ? ഒരു ദൂതനെ വിട്ടത് പറയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഘം ദൂതന്മാർ, എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ആ ജനിച്ച സ്ഥലത്തിന് മുകളിലായിട്ട് ആകാശമണ്ഡലം മുഴുവൻ ദൂതന്മാരുടെ സംഘമാണ്.
അതാണ് യേശുവിന്റെ ജനനത്തിന്റെ ഒരു വിശേഷത. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. അപ്പോൾ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ ഈ ക്രിസ്തുവേശുവിന്റെ തിരുപ്പറവി. എന്നിട്ട് ദൂതൻ പറയുന്ന ഭാഗമാണ് 10-ാം വാക്യം. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം. ഒന്നുകൂടെ വായിച്ചേ 10-ാം വാക്യം. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഇന്ന് രാത്രി കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ എല്ലായിടങ്ങളിലും പറയുന്ന കാര്യം. ഇത് ഇന്നത്തെ പ്രഥമ യോഗമാണല്ലോ. ആദ്യ ദിവസമാണ്. നാളെയും മറ്റന്നാളും ഒക്കെ വളരെ ശ്രേഷ്ഠരായവരെ ഇവിടെ വിളിച്ചിട്ടുണ്ട്. എല്ലാവരും എന്നെ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കട്ടെ. ദേശത്തിന് അനുഗ്രഹമായിട്ട് ഇത് ആദ്യ ദിവസമായതുകൊണ്ട് ഇന്ന് രാത്രി ലളിതമായിട്ട് എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. സുവിശേഷത്തെ പറ്റി അല്പകാര്യമെന്ന് പറയാം. അറിവുള്ള കാര്യമാണ്. ഇന്ന് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത് പറയാനാണോ ഇയാൾ താമസിച്ച് ഇങ്ങോട്ട് വന്നത്? ഇത് പറയാനായിരുന്നെങ്കിൽ ജിജോ പാസ്റ്റം പറഞ്ഞാലും വായിച്ച കർത്തൃദാസനും സാംസനും ഒക്കെ പറഞ്ഞാണ്, അവർക്കും ഒക്കെ അറിയാമായിരുന്നു. ഇത് പറയാനാണോ ഇത്ര താമസിച്ച് വന്നത് എന്ന് നിങ്ങൾ ചിലപ്പം പറഞ്ഞില്ലെങ്കിലും ഹൃദയത്തിലെങ്കിലും ചിന്തിക്കും. എന്നാലും ഇന്ന് രാത്രി എന്തോ ചിന്തിച്ചാലും നമുക്ക് ചില കാര്യം ഒന്ന് ചിന്തിക്കാം. കർത്താവിന് മഹത്വം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ ശാന്തമായിട്ട് ചിന്തിക്കുക. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഓരോരോ തലക്കെട്ടുകളായിട്ടാണ് ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ. സുവിശേഷം എന്താ? ഈ സുവിശേഷം എന്താണ്? സുവിശേഷം ഈ യോഗം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ആരെല്ലാം ചോദിക്കുക, എവിടെ പോയി? അത് ഇന്നടത്ത് പോയി. എന്തുവാ അവിടെ സുവിശേഷ യോഗമാണ്. ഉടനെ അവർ ചോദിക്കുക, എന്തുവാ സുവിശേഷം? നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പിന്നെ പലരും ആരോടും മിണ്ടാത്തത് കൊണ്ട് ആരും ചോദിക്കുന്നില്ലെന്ന്. കാറ കയറുക, ആരോടും മിണ്ടാതെ അങ്ങ് പോവുക. അതുകൊണ്ട് പിന്നെ ആരും ചോദിക്കുന്നില്ല. അബദ്ധത്തിൽ ആരേലും ഒന്ന് ചോദിക്കുക, എവിടെ പോയതാ? ഇന്നടത്ത്. ഷൈനി സിസ്റ്ററും കുടുംബവും അവിടെ സുവിശേഷ യോഗം നടത്തും. ഉടനെ അവർ ചോദിക്കുക, എന്തുവാ സുവിശേഷം? ഉടനെ നമ്മുടെ മറുപടി, ഇത്ര നാളായിട്ട് അറിയാൻ മേലേ? അതാണോ അതിന്റെ മറുപടി? അല്ല, അവർ ന്യായമായി ചോദിക്കുക, എന്താണ് നിങ്ങൾ വർത്താനം പറയുന്നത്? സുവിശേഷം എന്നാന്ന് പുള്ളിക്കാരിയോട് ഇവിടെ ഞാനല്ലയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നാ പറഞ്ഞു കൊടുക്കും മോളെ. അപ്പൊ ശ്രദ്ധിക്കുക, ഇടക്കിടക്ക് ഞാൻ നോക്കും. പിന്നെ അപ്പൊ എന്താണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ ഉടനെ നമ്മൾ പറയുക, സുവിശേഷം അറിയാൻ മേലെ? ഇല്ല, അതെന്നാ? എവിടെ വീട്? പന്തളത്തായിട്ട് അറിയാൻ മേല? ഇവിടെ ഈ പന്തളം മത്തായിച്ചനല്ലയോ ആദ്യം ആല് നിൽക്കുന്നതില്? പിന്നെ ഇവിടെ വന്ന് പ്രാപിച്ചില്ല, അങ്ങ് പരണീത്ത് പോയ പ്രാപിച്ചു. ഇവിടെ വന്ന് പുള്ളി ശക്തിപ്പെട്ടില്ല, നേരെ അങ്ങ് പോയി. അപ്പൊ ആരെങ്കിലും വന്ന് ചോദിക്കുക, എന്താ സുവിശേഷം? അപ്പൊ അതിന് നമ്മൾ ന്യായമായ മറുപടി പറയണം. മറുപടി പറയാൻ നമുക്ക് വ്യവസ്ഥയുണ്ട്. ഉടക്കുണ്ടാക്കരുത്, അലോക്യമുണ്ടാക്കരുത്, വടക്കുണ്ടാക്കരുത്, തർക്കിക്കരുത്. പിന്നെ എങ്ങനെയാ മറുപടി? വായിച്ച് അറിവുള്ള വാക്യം ആ കർത്തൃദാസനെ ഒന്ന് വായിച്ച് പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ തിരുവെടുത്ത് ഒന്ന് വായിച്ച്. ഏതായാലും ദൈവനാഥൻ എനിക്ക് വായിച്ചു തരുന്നതിന് ഒത്തിരി അഭിനന്ദിക്കും. ഈ അടുത്ത കാലത്ത് ആരും വായിച്ചു തരികയില്ല. വായിച്ചോ, പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. നിങ്ങളിലുള്ള പ്രത്യാശയെ കുറിച്ച് ന്യായം ചോദിക്കുന്ന, തർക്കിക്കാനൊന്നുമില്ല, ഉടക്കാനില്ല, ബഹളം ഉണ്ടാക്കാനില്ല, ന്യായം ചോദിക്കുകയാണെങ്കിൽ. ഇപ്പൊ എല്ലായിടത്തും കണ്ണനത്തിൽ തുടങ്ങി അവസാനം പിന്നെ വേറെയൊക്കെയാ പറയുന്നത്. നിന്റെ കുടുംബചരിത്ര എന്നെ കൊണ്ട് ഇത് കണ്ണനത്തിൽ തുടങ്ങിയതാണ്. അന്യഭാഷ നിന്നില്ലയോ, അല്ലെ ശരിയോ തെറ്റോ, ഇതിലാ തുടങ്ങുന്നത്. അവസാനം ജയം കിട്ടാതെ വരുമ്പോൾ പറയാം, നിന്റെ പഴയ ചരിത്രമൊന്നും എന്നെ കൊണ്ട്. ഇതൊക്കെ ഇപ്പോഴത്തെ കണ്ണൻ ഒന്നും വിവരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തർക്കിക്കാനും കണ്ണിക്കാനും വാദിക്കാനും ഒന്നും ഇപ്പൊ ആളല്ല. ന്യായമായിട്ട് അറിയാനുള്ള ആഗ്രഹത്തോടെ, കേൾക്കാനുള്ള താല്പര്യത്തോടെ ആരേലും ചോദിച്ചാൽ അത് മറുപടി നമ്മൾ പറയാൻ ബാധ്യസ്ഥരാ. അപ്പൊ എങ്ങനെയാ മറുപടി പറയേണ്ടത്? ഒന്നുകൂടെ വായിച്ചോ, 3:15. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. ഏതർത്ഥരാത്രി, എന്റെ ഭാഷ, ഏത് നട്ടപ്പാതിരായ്ക്ക് വിളിച്ചു ചോദിച്ചാലും നമ്മൾ ഇത് മറുപടി പറയണം. വിശദീകരിക്കുന്നില്ല, ഓടിച്ചു പോകുക. അപ്പൊ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, എന്താണ് സുവിശേഷം?
ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ അതിന് മറുപടി പറയണം. അപ്പൊ ഇത് മറുപടി പറയുന്നതിന് മുമ്പ് സുവിശേഷം എന്തല്ല? ഒന്ന്, മതം മാറ്റമല്ല. ഇത് മതം മാറ്റി, ഇത് മതപ്രസംഗമല്ലല്ലോ. ഇത് ഗ്രീൻ വാലി ഇന്റർനാഷണൽ ചാരിറ്റബിൾ മിനിസ്ട്രി ഒരുക്കുന്ന രണ്ടാമത് തിരുവചനോത്സവമാണ്. തിരുവചനോത്സവം മതപ്രസംഗമല്ല. മതപ്രസംഗത്തിനായി എന്നെ വിളിച്ചെങ്കിൽ ഞാൻ വരത്തുമില്ല, എനിക്ക് അറിയത്തുമില്ല, ഞാൻ മതത്തിന്റെ ആളുമല്ല. അപ്പൊ ഇന്ന് രാത്രി ഇവിടെ ദൈവവചനമാണ് പറയുന്നത്, സുവിശേഷമാണ്. അപ്പോൾ ഇത് സുവിശേഷം എന്ന് പറഞ്ഞാൽ മതം മാറ്റമല്ല. ഒരു തള്ള നെടുക നടന്ന് പറയാ മതം മാറ്റമാണ്. പോട്ടെ. അയ്യോ, ഇത് മതം ഞാൻ ഇന്ന് വരെ ആരോടും മതം മാറാൻ പറഞ്ഞിട്ടില്ല, പറയത്തുമില്ല. നിങ്ങൾ ഇന്ന മതം വിട്ട് ചിന്ന മതത്തിലോട്ട് കയറുന്ന ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഇത് മതം മാറ്റമല്ല സുവിശേഷം. പിന്നെ സംഘടന മാറുന്നതുമല്ല സുവിശേഷം. പിന്നെ സഭ മാറുന്നതുമല്ല സുവിശേഷം. സ്തോത്രം. 4, ജാതി സ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന നല്ല സുവിശേഷം. 5, അപരന്റെ പെടലിയെടുക്കാൻ പ്രേരണ കൊടുക്കുന്ന പ്രസംഗമോ ആശയമോ അല്ല സുവിശേഷം. ഇങ്ങനെ പറഞ്ഞാൽ വെളുക്ക് പോലും പറയാനുണ്ട്. എന്നാൽ എന്താണ് സുവിശേഷം? ഒറ്റ വാക്കിൽ എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ശ്രോതാക്കളെ, നാട്ടുകാരെ, ശബ്ദപരിധിയിൽ കേൾക്കുന്ന മാന്യമിത്രമേ, ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, എന്താണ് സുവിശേഷം? അത് വചനത്തിൽ നിന്ന് വായിച്ചോ. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അറിവുള്ള വാക്യമാ, എങ്കിലും ഒന്ന് വായിച്ചോ. ഈ വായിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ പറയുന്നതൊക്കെ ഇതിനകത്തുള്ളതായി പറയുന്നത് അറിയാനാ വായിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ എടുക്കുന്ന വിഷയത്തോട് ബന്ധപ്പെട്ട് ചില വാക്യമൊക്കെ മനഃപാഠമാണ്. എന്നാൽ ഇത് വായിപ്പിക്കുന്നത് ഈ പറയുന്നതല്ല ഈ തിരുവചനത്തിനകത്ത് ഉള്ളതാ. വായിച്ചു. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്താണ് സുവിശേഷം? ആമേൻ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു, അതാ സുവിശേഷം. വിശദീകരിക്കുന്നില്ല. കർത്താവിന്റെ മഹത്വം. സുവിശേഷം എന്തുവാ? യേശുക്രിസ്തു. ഒരല്പം കൂടെ തെളിച്ച് പറഞ്ഞാൽ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം കൂടി ഇതിനോട് ചേർത്ത് ഒന്ന് വായിക്കുന്നത് ഉചിതമാണ്. ഒരല്പം തെളിച്ച് പറഞ്ഞാൽ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3 മുതലുള്ള തിരുവെഴുത്ത് ഒന്ന് വായിച്ച് ഒന്ന് സഹായിച്ചാട്ടെ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിന് മതി. ഇതാണ് സുവിശേഷം. യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ അടക്കം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്, ഇതാ സുവിശേഷം. അല്ലാതെ മതം മാറ്റവും സഭമാറ്റവും ഒന്നുമല്ല. യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ അടക്കം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്. വിശദീകരിക്കുന്നില്ല. നാളെയും മറ്റന്നാളും ഒക്കെ, ഇന്നിപ്പോൾ ആരംഭ ദിവസമായതുകൊണ്ട് എല്ലാ കാര്യവും ചിലപ്പോൾ അല്പം താമസിച്ചായിരിക്കും തുടങ്ങിയത്. തന്നെയല്ല ഉദ്ഘാടനം അധികമൊന്നും സമയമെടുത്തില്ലെന്ന് ഞാൻ അറിഞ്ഞു. പിന്നെ ബഹുമാന്യ കർത്തദാസന്റെ സാക്ഷ്യം. അപ്പോൾ ഇത് ആരംഭ ദിവസമായിട്ട് ഇങ്ങനെയൊക്കെ ഒക്കുള്ളൂ, ആരുടെയും കുഴപ്പമൊന്നുമില്ല. നാളെയും മറ്റന്നാളും ഒക്കെ ഇങ്ങനത്തെ പരിപാടി ഇല്ലാത്തത് കൊണ്ട് വരുന്നവർക്ക് ഇച്ചിരി കൂടെ സമയം ലഭിക്കും. അപ്പോൾ അവരത് വിശദമായിട്ട് പറയും. ചിലപ്പം വരുന്നവർ ചോദിക്കും, പുള്ളി ഇന്നലെ എന്നെ പറഞ്ഞേച്ച് പോയത്. അപ്പം ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം അതുകൊണ്ട് അവര് പിന്നാലെ വരുന്നവര് അതെല്ലാം അത് ക്രമത്താലെ അതൊക്കെ കഴിവുള്ളവരായി വരുന്നത്, ഏതായാലും കഴിവുള്ളവരെയായി വിളിച്ചേക്കുന്നത്, ഞാൻ ഒഴികെ. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ഇന്ന് രാത്രി ഒരു കാര്യം ഓർപ്പിക്കട്ടെ, എന്താണ് സുവിശേഷം? സുവിശേഷം യേശുക്രിസ്തു. ഓടിച്ച് പോകുക. 2-ാമത്തെ തലക്കെട്ട്. എല്ലാവരും ശ്രദ്ധിക്കണേ, ഉറങ്ങരുത്. വർത്താനം ഒന്നും വണ്ടിയുടെ അവിടെ ഇങ്ങോട്ട് കയറി ഇവിടെ കസാരയില്ല, എല്ലാം പമ്മി നിൽക്കും. കുഴപ്പമില്ല, അവിടെ ഓടി പോകരുത്, അവിടെ നിൽക്കുക. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? സുവിശേഷം യേശുക്രിസ്തു. 2-ാമത്തെ തലക്കെട്ട്. എന്തിനാ സുവിശേഷം? എന്തിനാ സുവിശേഷം? ചിലർ ചിന്തിക്കുന്നത് ഒരു ഷൈനിയും ബാബുവും കൂടെ വന്ന് ആടിയിട്ടുണ്ട്, വീടും വെച്ച് കണ്ടമാനം കാശ് കിടന്ന് തെള്ളുന്നത് കൊണ്ട്. അയ്യോ, കാശ് കിടന്ന് തെള്ളുന്നത് കൊണ്ടല്ല. പിന്നെ എന്തിനായി സുവിശേഷം? വായിച്ചോ. സുവിശേഷം എന്തിനാന്ന് ചോദിച്ചാൽ, അവൻ സകല മനുഷ്യനും രക്ഷപ്പെടാൻ
തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവെടുത്ത് അറിവുള്ള വാക്യമാണ്. ഒന്നുകൂടെ ഒന്ന് വായിച്ചോ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ തിരുവെടുത്ത്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സഹോദരിമാര് വായിച്ചു, അതിന് കുഴപ്പമില്ല. ഭാഷ വായിച്ചോ, മൈക്കിൽ കൂടെ. അത് മൂപ്പ എന്നാലും വായിച്ചോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചഭോഗങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഈ വാക്യത്തെ തന്നെ നിന്ന് പറയാൻ സമയമെടുക്കും, വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇന്ന് ഈ നമ്മുടെ, ഞാൻ എപ്പോഴും പറയും, ഇന്ന് പ്രൈവറ്റ് ബസ് പോകുന്നത് പോലെ പെട്ടെന്ന് ബെല്ലടിച്ച് പോകുക, സ്റ്റോപ്പിൽ അധികം നിർത്തുന്നില്ല. കണ്ടിട്ടില്ല? കാലെടുത്ത് വെക്കുന്നതിന് മുന്നേ അവൻ പിന്നെ ഞാനൊക്കെ അങ്ങ് കയറുക. അപ്പം ഇന്ന് പ്രൈവറ്റ് ബസ് പോകുമ്പോൾ അങ്ങ് പോവുക, അധികം നേരെ സ്റ്റോപ്പിലൊന്നും മോനെ വേഗുന്നില്ല. കുഞ്ഞോണിച്ച അരി കാറ്റുമൊക്കെ കൊണ്ട് ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, എന്താ സുവിശേഷം? യേശു ക്രിസ്തു എന്തിനാ സുവിശേഷം? കേട്ടല്ലോ വായിച്ച്, സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ഒരു ഏരിയയിലുള്ളവർ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, ഒരു കുടുംബത്തിലുള്ളവർ ഒരു വ്യക്തി രക്ഷപ്പെട്ടാൽ പോരാ, ഒരു കുടുംബത്തിലുള്ളവർ രക്ഷപ്പെട്ടാൽ പോരാ, ഒരു വാർഡിലുള്ളവർ രക്ഷപ്പെട്ടാൽ പോരാ, ഒരു പഞ്ചായത്തിലോ ഒരു മുനിസിപ്പാലിറ്റിയിലോ ഒരു ജില്ലയിലോ ഒരു സംസ്ഥാനത്തോ രാജ്യത്തുള്ളവർ മാത്രമല്ല, സകല മനുഷ്യനും രക്ഷപ്പെടണം. എന്നെ കേൾക്കുന്ന പ്രിയരേ, സകല മനുഷ്യനും രക്ഷപ്പെടണം. ദൈവത്തിന് അതിനാ സുവിശേഷം, ദൈവത്തിന് മഹത്വം. എൻ്റെ വല്യമ്മച്ചി പറഞ്ഞൊരു ഒരു 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 പഴമൊഴിയുണ്ട്. എല്ലാവർക്കും അറിയുമെന്നറിയത്തില്ല, അറിയാവുന്നവർക്ക് അറിയാം. പഴയ ഭാഷയാണ്, എല്ലാവർക്കും പിടികിട്ടുകയല്ല. അപ്പോൾ ചില വിഷയത്തോട് സ്വാർത്ഥതയോട് ബന്ധപ്പെട്ട് അമ്മച്ചി പറയും, എടാ ചിലരുടെ ചിന്ത ഒന്നേ പഴുക്കാവൂ എനിക്ക് കിട്ടാവൂ, ഒന്നേ പഴുക്കാവൂ എനിക്ക്. അങ്ങനല്ല, എന്നോട് കൊച്ചിലെ പറഞ്ഞു തന്നതാ, എല്ലാം പഴുക്കട്ടെ എല്ലാവർക്കും കിട്ടട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി അതിനോട് ചേർന്നങ്ങ് പറയുക, എന്തിനാ സുവിശേഷം? ഒരു വ്യക്തി മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, സകല മനുഷ്യനും രക്ഷപ്പെടണം, സകല വ്യക്തികളും രക്ഷപ്പെടണം. അതുകൊണ്ടാ ഈ സുവിശേഷം. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. ഇന്ന് ഷൈനി സിസ്റ്ററെ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നു, കുഴപ്പമില്ലല്ലോ. എപ്പോഴും പേരാ ജിജോ, അങ്ങ് തെറ്റുക, എന്നാലും മറക്കത്തില്ല. ഇന്നിങ്ങനെ പോട്ടല്ലയോ? ദൈവത്തിന് മഹത്വം. അപ്പൊ അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. മൂന്നാമത്തെ വിശദീകരിക്കുന്നില്ല, മൂന്നാമത്തെ തലക്കെട്ട്. ഞാൻ സമയമൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് നടത്താം. അപ്പൊ മൂന്നാമത്തെ തലക്കെട്ട്, ആരാണ് സുവിശേഷം കേൾക്കേണ്ടത്? ആരാ ഇത് കേൾക്കേണ്ടത്? 2 വാക്യം വായിക്കണം കർത്തൃദാസനെ. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യവും 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യവും 2 വാക്യം വായിക്കണം. ആരാ ഇത് കേൾക്കേണ്ടത്? 16-15 ആദ്യം വായിക്കണം. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. ഇത് കക്ഷി പക്ഷ വർഗ വർണ്ണ വ്യത്യാസം കൂടാതെ എല്ലാവരോടും പറയണം, സകല സൃഷ്ടികളോടും. അടുത്തൊരു പദമുണ്ട്, സകല ജാതികളോടും. 13-10 മർക്കോസിന്റെ സുവിശേഷം തന്നെ 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. പെട്ടെന്ന് 13-10. ദൈവത്തിന് മഹത്വം. എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കണം. ഇടയ്ക്ക് കയറി പറയാ, ഈ ജാതിയും മതവും വർഗവും വർണ്ണമൊക്കെ മനുഷ്യനും ഒപ്പിച്ച വിനകൃതികളാണ്, ഇല്ലയോ? ഞങ്ങൾ ഇച്ചിരി വലിയ പുള്ളിക്കാരാ, അവരത്ര പോരാ, ഇത് അത്ര പോരാ, എന്നാലും തനക്കേടില്ല. ഞങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വന്നതാ, മറ്റവർ ഈ ഭാഗത്ത് നിന്ന് വന്നതാ, മറ്റത് ഈ ഭാഗത്ത് നിന്ന് കുറേ പേര് വന്ന്, പിന്നെ ഈ പാദത്തിൻ്റെ ഇവിടുന്ന് കുറേ എണ്ണം വന്നു, കുറേ എണ്ണം പിന്നെ ഇവിടുന്ന് വന്നെന്ന് പോലും. ഇങ്ങനെയൊക്കെ ഓരോരോ കൊന്ത്രാക്കൊള്ളി ഒപ്പിച്ച് വെച്ചേക്കുന്നത്. എന്നാൽ വേറെ പുസ്തകം പഠിപ്പിക്കുന്നത്
വേറെ പുസ്തകം പഠിപ്പിക്കുന്നത് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യനും ഒറ്റയൊരുത്തന്റെ സന്തതിയാണ്. ആ തെളിവിനൊരു വാക്യം വായിച്ചു, അറിവുള്ള വാക്യം എന്തായാലും വായിച്ച. കാരണം നാട്ടുകാരും കേൾക്കുന്നവരറിയണം ഇതൊക്കെ പുസ്തകത്തിലുള്ളതാണ്. അതിനായി വായിപ്പിക്കുന്നത് അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം വായിച്ച്, ഒറ്റയൊരുത്തന്റെ സന്തതിക ഇവിടെ ഇരിക്കുന്നതും ഈ ലോകത്തിൽ പാർക്കുന്ന സകല മനുഷ്യനും. ആ 17-ാം അധ്യായത്തിന്റെ 26-ാമത്തെ തിരുവെടുത്ത്, ഭൂതലത്തിലെങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി. മതി തെളിഞ്ഞല്ലോ. എടാ, ഒറ്റയൊരുത്തന്റെ സന്തതിയായി ഭൂമിയിൽ പാർക്കുന്ന സകല മനുഷ്യനും. അതുകൊണ്ട് ജാതിയുടെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ്, വർഗത്തിന്റെ പേര് പറഞ്ഞ്, സഭയുടെ പേര് പറഞ്ഞ്, സംഘടനയുടെ പേര് പറഞ്ഞ്, നിറത്തിന്റെ പേര് പറഞ്ഞ്, നിലവാരത്തിന്റെ പേര് പറഞ്ഞ് അലോക്യമുണ്ടാക്കരുത്, തമ്മിൽ തല്ലരുത്, തല കീറരുത്. മനുഷ്യനെ മനുഷ്യനായി കാണണം. സകല മനുഷ്യനും ഒറ്റയൊരുത്തന്റെ സന്തതിയാണ്. അല്ല, ഈ കൈ ഉയർത്തി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാറിന്റെ വൈപ്പർ അടിക്കും പോലെ, മഴയത്ത് പോകും പോലെ പറഞ്ഞ് നിങ്ങളോട് ഒരു കാര്യം പറയാം. ഇടയ്ക്കിടയ്ക്ക് ഇല്ല ഈ പൊക്കുന്നുണ്ടല്ലോ, നിന്നോട് ഒരു കാര്യം പറയാം. സഭയ്ക്കകത്ത് വരുന്ന നീയും ഇത് പാടില്ല. ഞങ്ങൾ സിറിയനാ, മറ്റവൻ വെറിയനാ, ഇവൻ കിറിയനാ, മിണ്ടിപ്പോകരുത്. ആ സ്വോത്രം തെറ്റുവല്ലോ, മിണ്ടുന്നില്ല. ഇതിനകത്തും വന്ന് നീ കോഴ്സ് ഇറക്കരുത്. മനസ്സിലായോ? സകല എണ്ണവും ഒറ്റയൊരുത്തന്റെ സന്തതിയാ. അങ്ങനെ വേറെ പുസ്തകം പഠിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ആൾക്കാർക്കും ചിലർക്ക് അറിയാൻ മേല. ഞാനൊക്കെ ചോദിച്ചു, പുള്ളി നിങ്ങളുടെ കൂടെ അല്ലേ? ആ, ഞങ്ങളുടെ കൂടെ. മറ്റേതാണ്. ആരുടെ? മിണ്ടിപ്പോകരുത്, ദൈവം നിന്നെ അടിക്കും. സകല മാനവജാതിക്കും ഒറ്റയൊരുത്തന്റെ സന്തതിയാ. അങ്ങനെ ആ പുസ്തകത്തിൽ വായിച്ചു കേട്ടത്, ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതി ഒക്കെയും ഉളവാക്കി. ഞാൻ ഒരു പാട്ട് പാടാം. ഒരു പാട്ട് നേരമില്ലാത്തതുകൊണ്ട് കുഞ്ഞാ മതി, 4 മതി. 4 തന്നെ അധികമാണ്. ഈ 3 മതി. 4 ആദിമനുജനാം ആദാമിൽ കൂടല്ലോ പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതും. 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 ഏവർക്കും പാപ പരിഹാരത്തിനായി സ്വർഗമഹിമകൾ വീട്ടുകത്തിൽ വന്ന പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ, പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ, പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ. ഞാൻ സ്വരം പാടിയത് എന്നെ കണ്ണിറുക്കി കാണിച്ചു. ഒന്ന് അവിടെ ഒന്നും കയറി തൊടണ്ടെന്നായിരിക്കും. തൊടുന്നില്ല, നിർത്തി. ആഗ്രഹം കൊണ്ടങ്ങ് ഒരു പേര്. ഇവരൊക്കെ കണക്ക് പഠിച്ചവരാ. എനിക്ക് കണക്കും തൊപ്പിയൊന്നും അറിയത്തില്ല. പിന്നെ ഒരു പരുവത്തിനങ്ങ് പോകും. ദൈവത്തിന്റെ മകത്ത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, സകല മനുഷ്യനും ഒറ്റയൊരുത്തന്റെ സന്തതിയാണ്. അതുകൊണ്ട് രക്ഷ എന്തിനാ? സകല മനുഷ്യനും രക്ഷപ്പെടണം.
എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല ജാതികളും ഇത് കേൾക്കണം. എല്ലാവരും കേൾക്കണം, എല്ലാവരും കേൾക്കണം. അതിന് എല്ലാവരും കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്, അല്ലാതെ ആർക്കും മനസ്സിലാകാത്ത കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. മോനെ മനസ്സിലാകുന്നില്ല? ഞാൻ പറഞ്ഞു ഉണ്ട്. പുള്ളി ലണ്ടനിൽ നിന്ന് വന്ന, എന്നാലും പിടി കിട്ടുന്നുണ്ട്. വീഡിയോ എടുക്കുന്ന ആൾ മനസ്സിലാകുന്നില്ല. പുള്ളി എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അത് പിടിക്കുന്നത്. അതേ എത്രയോ നാൾ കേട്ടോണ്ടിരിക്കും. എല്ലാവർക്കും മനസ്സിലാകുന്നില്ലേ? ഇല്ലേ? യേശു മാത്രമാ രക്ഷകൻ, യേശുവിൽ കൂടി മാത്രമേ. ഇത് കേട്ടി മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയല്ല. മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന മോനെ നിനക്ക് മനസ്സിലാകുന്നില്ലേ? ഇല്ലേ? പറ. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും കേൾക്കണം. ഓടിച്ചു പോവുക. ഇനി എങ്ങനാ ഇത് പറയേണ്ടത്? ഇത് പറയേണ്ടത് അങ്ങനെ, പറയേണ്ടതിന് വിധമുണ്ട്. 2-3 വാക്യം ദൈവദാസനെ വായിക്കണേ, സമയം പോകുന്നു. 2-3 ജോജി പാസ്റ്റർ തന്നെ ശരിയാക്കും. അപ്പൊ എങ്ങനാ ഇത് പറയേണ്ടത്? ഒന്ന്, ദൈവം അയച്ചതാന്നുള്ള ഉറപ്പിൽ പറയണം. വായിച്ചോ അപ്പോസ്തല പ്രവൃത്തി 16:10. വായിച്ചോ അപ്പോസ്തല പ്രവൃത്തി 16:10. പെട്ടെന്ന്. ഈ ദർശനം കണ്ടിട്ട്, 9-ാം വാക്യത്തിൽ ദർശനം ഉണ്ടല്ലോ, എന്താണ്? മക്കതോന്യ വിളിയ. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. മതി. ഈ സുവിശേഷം അറിയിക്കാൻ മുളക്കുടക്കാരല്ല വിളിച്ചത്, കുമ്പന. സാംസൺ അത് കേട്ടപ്പോൾ ഒരു സന്തോഷം. കുമ്പനാട്ടുകാരും അല്ല, ഹരി സന്തോഷിച്ചു. ഇത് കുമ്പനാട്ടിൽ നിന്നൊന്നും വിളിച്ചതല്ല, ഇത് പുനലൂരിൽ നിന്ന് വിളിച്ചതല്ല. ജോജി പാസ്റ്റർ സന്തോഷിച്ചു, അത് എടുത്ത്. പിന്നെ എല്ലാവരും അങ്ങ് സന്തോഷിക്കും. സ്തോത്രം. ഇത് കുമ്പനാട്ടിൽ നയിച്ചതല്ല, മുളക്കുടയിൽ നയിച്ചതുമല്ല, പുനലൂരിൽ നിന്ന് വിട്ടതുമല്ല, തിരുവല്ലായിലെ തോമാച്ചാൻ അവിടെ നിന്ന് വിട്ടതുമല്ല, അയ്യാപിള്ള സാറിന്റെ മകൻ അവിടുന്ന് വിട്ടതുമല്ല, കല്ലുമലയെന്നും പരിമലയെന്നും ഒന്നും വിട്ടതല്ല. ഇത് ദേവലോകത്തിൽ നിന്ന് വിട്ടതുമല്ല. കോട്ടയമാണേ. ദേവലോകം എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ ചിന്തിക്കരുത്. പണ്ടൊരുത്തൻ ദേവലോകത്തിന്റെ ബോർഡ് കണ്ട് കയറി തിരിച്ച് പിന്നെ അവിടെ കൊണ്ടിറക്കി. എന്തിയാ ദേവലോകം? അതിലേടാ വന്നത്. 2 രൂപ കൊടുത്തപ്പം ദേവലോകം 2.5 രൂപ. അന്ന് 2.5 രൂപ വിജയലക്ഷ്മിക്ക് കയറി. അപ്പൊ അവൻ ചോദിച്ചു, ദേവലോകം വലിയോടെ റബ്ബർ തോട്ടം കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയപ്പം അതാണോ ദേവലോകം? അപ്പൊ ഇത് ദേവലോകത്തിൽ നിന്ന് വിട്ടതുമല്ല, ഇത് അന്ത്യോക്യയിൽ നിന്ന് വിട്ടതല്ല, വത്തിക്കാനിൽ നിന്ന് അയച്ചതല്ല, ഇത് അമേരിക്കന്ന് സായിപ്പ് വിട്ടതുമല്ല. പിന്നെ സുവിശേഷം അറിയിക്കുന്നത് ദൈവം അയച്ചതാ. ഈ ബോധ്യത്തോട് വേണം ഇത് അറിയിക്കാൻ. ഞാൻ ഈ പറഞ്ഞ തലത്തിൽ നിന്നൊക്കെ വിട്ടാൽ അവിടെ എന്തായാലും അപാകത വരുമ്പോ ഇവ പണി നിർത്തും. എത്ര എണ്ണം നിർത്തി? ഈയിടെ ഒരാൾ ചോദിച്ചു, ഇപ്പൊ ഞാൻ എങ്ങും പോകുന്നില്ല, ഇവിടെ തന്നെ ഇരിക്കുകയാണ്. അത് അവിടെ നിന്ന് വിട്ടത് കൊണ്ടാണ്. ഇപ്പൊ എങ്ങും പോകുന്നില്ലെന്ന് ഒരു പുള്ളി ചേർത്ത് പറയാം, ഒരുത്തനും ശരിയല്ലെന്ന്. അതാ രസം. ഒരുത്തനും ശരിയായ ഒരുവൻ സ്വർഗത്തിലുണ്ട്. അവിടുന്ന് നിന്നെ അയക്കണം. അവിടുന്ന് അയച്ചെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ ഇവിടെ ആരും നിന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിലും, ഇവിടെ ആരും നിനക്ക് കസേര തന്നില്ലെങ്കിലും, ഇവിടെ ഒരു സ്റ്റേജ് നിനക്ക് തന്നില്ലെങ്കിലും, വലിയ കൺവെൻഷന് നിന്നെ വിളിച്ചില്ലെങ്കിലും, ആമൻ പന്തലില്ലെങ്കിലും, ആമൻ പരിപാടി ഇല്ലെങ്കിലും, ഏത് മുക്കിന് മൂലയ്ക്ക് നിന്ന് ഈ സുവിശേഷം അറിയിക്കും. ദൈവം അയച്ചതാ. എത്രയോ ശ്രേഷ്ഠരാകുന്ന കർത്തദാസന്മാർക്ക് പുൾപിറ്റുമില്ല, പ്രസംഗ വീടോ ഇല്ല. നന്നായിട്ട് നമ്മളെയൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട്. നമുക്കാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇണക്കിയാലാവുന്നു, എന്നിട്ട് തന്നെ വന്ന തൃപ്തി. സ്തോത്രം. ചിലക്ക് വലിയ സ്റ്റേജ് വേണം, കാരണം ഓടണ്ടേ, പെണ്ണുങ്ങളെല്ലാം തള്ളിയിടുകയും വേണം. വലിയ സ്റ്റേജ് വേണം, സിസ്റ്റം അലറണ്ടേ. ഇതൊന്നും പോരാ. ചോദിക്കുള്ളൂ എത്ര വാട്സിൻ്റെ ആണ് അതിന്? ഇവിടെ വേറെ വല്ല പരിപാടിയാണ്. എടി, ഇത് കരണ്ട് പോയാലും ഉള്ള ശബ്ദത്തിൽ സുവിശേഷം അറിയിക്കും. അതാണ് സുവിശേഷം. അല്ല മൈക്ക് കൊണ്ടേല ഞാൻ
ഞാൻ പഠിച്ച ബൈബിൾ സ്കൂളിൽ ഒരിക്കൽ ഒരു ടീം പ്രവർത്തനത്തിൽ വിടാൻ നേരത്ത് പരസ്യബോധം നടക്കുക. അപ്പം ടൗണിൽ നിന്ന് പ്രസംഗിക്കണം, അത് ന്യായമാണ്. അപ്പം ഞങ്ങളുടെ ഒരു സഹോദരൻ പറഞ്ഞു, അച്ചായ മൈക്കില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അത് ന്യായമാണ്. തിരുതാണ്ട് വണ്ടി പോവുകയും മെയിൻ ടൗണിൽ നിന്ന് മൈക്കില്ല അങ്ങനെ പറയും. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞു, അച്ഛാ മൈക്കില്ലാന്ന്. ഉടനെ പുള്ളി മറുപടി പറയാം, യേശുവിൻ്റെ കാലത്ത് മൈക്കുണ്ടോ സഹോദര? അവനും എടുക്കാൻ. അവൻ പറഞ്ഞു, യേശുവിൻ്റെ കാലത്ത് കാറുണ്ടായിരുന്നു അച്ചായൻ കാറല്ല പോകുന്നത്. ഉണ്ടെ പറഞ്ഞു, യേശുവിൻ്റെ കാലത്ത് കാറില്ല. എന്നാൽ മൈക്ക് തരാമെന്ന് പറഞ്ഞു. വെട്ടിനകത്ത് നിന്ന് വീഴുക. പി കുര്യൻ ഭാഷക്ക് മനസ്സിലായ അച്ചായൻ ഏതാണ്. അച്ചായൻ നമ്മളോട് വേണ്ട ചോദിച്ചല്ലോ. അച്ചായൻ സാംസണോട് ഞാൻ ജോൺ കഴിഞ്ഞ് പറയാം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അതേതാണെന്ന് ആയിരിക്കും ചിന്തിക്കുന്നത്. അതൊക്കെ പുള്ളി യോഗം കഴിഞ്ഞ് പറയും. പുള്ളിക്ക് ഇനി അത് അറിയാതെ പുള്ളി കട്ടയെ പിടിക്കുകയില്ല ഇനി. അപ്പൊ ഒരു കാര്യം ഇന്ന് രാത്രി പറയാ, ദൈവത്തിന് മഹത്വം. സുവിശേഷം എല്ലാവരും കേൾക്കണം. ഇത് എങ്ങനാ പറയേണ്ടത്? ഒന്ന്, ദൈവമാണ് ഞങ്ങളെ അയച്ചത്. ചിലപ്പോൾ എൻ്റെ പ്രിയരെ, സംഘടന നിന്നെ സ്വീകരിച്ചെന്ന് വരികയില്ല, ഒത്താശ ചെയ്തെന്ന് വരികയില്ല, എല്ലാവരും അനുകൂലമായി എന്ന് വരികയില്ല, എല്ലാവരും ആമൻ ഓശാന പാടിയെന്ന് വരികയില്ല. ആരുമില്ലെങ്കിലും, ആരും സഹകരിച്ചില്ലെങ്കിലും ഞാൻ നീയും ഈ സുവിശേഷം അറിയിക്കണം. ഇത് ദൈവം അയച്ചതാ. അയ്യോ, എനിക്ക് ഇന്ന് അങ്ങ് ഒരു 12 മണി വരെ പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുകൊണ്ട് ജിജോ അല്ലേ? ഇപ്പം നിർത്താം. എന്തായാലും 10 മണിയാകുമ്പോൾ ഞാൻ നിർത്തും. കൃത്യം 10-ന് നിർത്തും. പത്ത് വരെ നമുക്ക് സാങ്ഷൻ ഉണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. പേടിക്കണ്ട. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സുവിശേഷം എങ്ങനെ അറിയിക്കേണ്ടത്? എങ്ങനെ അറിയിക്കണം? ദൈവത്തിന് ഒന്ന്, ദൈവമാണ് നമ്മളെ അയച്ചത്. ഈ ദേശത്തോട്ട് കർത്താവിന്റെ ദാസിയായി കുടുംബത്തെ ദൈവം അയച്ചതാ. ഇന്ന് രാത്രി ഈ ശുശ്രൂഷയ്ക്ക് സഹായമായിട്ട് നിങ്ങളെ ദൈവം അയച്ചതാ. ദൈവം അയക്കാൻ ഒരുത്തരും ഇവിടെ വരാനൊക്കത്തില്ല. ഈ പന്തലിൽ ഇന്ന് രാത്രി പ്രാർത്ഥനയോട് ഇരിക്കുന്ന ദൈവമക്കളെ നിങ്ങളെ ദൈവം അയച്ചതാ. സമീപ ഭവനങ്ങളിൽ നിന്ന് കേൾക്കുന്നവർ, സ്ഥലവാസികൾ, സമീപവാസികളാകുന്ന ബഹുമാന്യരായി നിങ്ങളോട് പറയുക, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ ഈ സുവിശേഷം എങ്ങനെ അറിയിക്കണമെന്ന് ചോദിച്ചാൽ ദൈവം അയച്ചെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. 2, ഞാൻ എപ്പോഴും പറയാം, അഭിമാനത്തോടെ പറയണം. വായിച്ചോ, റോമാലേഖനം 15:21 വായിച്ചേ. റോമാലേഖനം 15:21 അഭിമാനത്തോടെ പറയണം. വായിച്ചോ, അറിവുള്ള വാക്യമാണ്. അവനെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. അടുത്തത്, സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. സുവിശേഷം അറിയിക്കുവാൻ അഭിമാനിക്കുക. എന്റെ പ്രിയരെ ശ്രദ്ധിച്ചേ കേട്ട് വേഗത്തിൽ ഓടിച്ചു പോവുക. സുവിശേഷം അഭിമാനത്തോടെ പറയണം കേട്ടോ. ഇത് അഭിമാനമുള്ള മാർഗമാണ് സുവിശേഷം. ദൈവത്തിന് മഹത്വം. ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. നിർത്തുക. പിടിച്ചെങ്കിൽ ട്രെയിനിന്റെ ചങ്ങല വലിക്കും പോലെ ഒന്ന് ഒത്തിരി പറയേണ്ടതുണ്ട്. ദൈവത്തിന് മഹത്വം. അപ്പോൾ 3-4 കാര്യമാണ്. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും സകല സൃഷ്ടികളും ഇത് കേൾക്കണം. എങ്ങനെ പറയണം? ദൈവം അയച്ചെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. അഭിമാനത്തോടെ വേണം ഇത് പറയാൻ. ഒന്ന്, ദൈവം അയച്ചെന്ന് ബോധ്യം. 2, അഭിമാനം. പിന്നെ പറയുന്നവർക്കൊരു രീതിയുണ്ട്. അതൊന്ന് വായിച്ച് എങ്ങനെയാ സുവിശേഷം പ്രസംഗിക്കേണ്ടത്? എങ്ങനെയാ? തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. എങ്ങനെയാ ഇത് പ്രസംഗിക്കേണ്ടത്? ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. ശ്രദ്ധിച്ചേ, കുറെ വാക്യം മാത്രം പറയല്ല കേട്ടോ. ചിലരുണ്ട് ഇങ്ങനെ നിന്ന് സ്റ്റഡി ആയിട്ട് നിന്ന് നന്നായിട്ട് വാക്യം പറയും. മത്തായി 8:3, 4:5, 7:3. ആ 7:3 വീണ്ടും 3ആയിട്ട് കീറുമ്പോൾ അതിനകത്ത് ഒരു കീറിനകത്ത് വേറെ 4 പോയിന്റുകളുണ്ട്. എല്ലാം നന്നായിട്ടാ പറയാൻ. എന്തോ തിട്ടമാ, എന്തോ കഴിവാ, അസാധ്യമാ, അഭിനന്ദിക്കാതിരിക്കാനൊക്കത്തില്ല. പക്ഷേ അങ്ങനെയാണോ പറയണ്ടത്? വായിച്ചേ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യം മാത്രം, ഒത്തുവാക്യം എടുത്തോണ്ടേ
ഇന്നാളൊരാൾ പറഞ്ഞു ഗൂഗിളിനകത്താ കയറുന്നെന്ന്. കയറിക്കോ, ഇറങ്ങി വന്നാൽ മതി, കയറി അങ്ങ് പോകുന്നതായി കുഴപ്പം. എവിടെയെങ്കിലും കയറി എടുത്തോ. അപ്പൊ കുറെ വാക്യം മാത്രമല്ല പറയുന്നത്, പിന്നെ എങ്ങനെയാ സുവിശേഷം അറിയിക്കുന്നത്? ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല, പിന്നെ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും എങ്ങനെയാ പറയണ്ടേ? ഇത് ചിലരുടെ പറയുന്ന കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ള ശക്തിയും കൂടെ ഇച്ചിരി ശക്തിയായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇത് കേട്ട് കഴിയുമ്പോൾ ഉള്ളതുകൂടെ ശക്തി വന്നോ അതോ പോയോ? ചവലിന്റെ മേലെ വന്നതുപോലെ. ദൈവത്തിന് മഹത്വം. എന്റെ പ്രിയരെ, ഈ സുവിശേഷം ശക്തിയോടെ പറയണം. ഞാൻ അങ്ങനെ പറയാം, ശക്തിയോടെ. അഹങ്കരിച്ചൊന്നും പറയല്ല, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. 10 ദിവസമായിട്ട് ഉപവാസമാണ്. 10 ദിവസം മുമ്പ് ഭക്ഷണം കഴിച്ചതാ, ഇതുവരെ കഴിച്ചിട്ടില്ല. വെള്ളമൊക്കെ കുടിക്കും. ശക്തിയില്ലേ? കഴിക്കാൻ അങ്ങ് സങ്കടം. അങ്ങ് 10 ദിവസമായിട്ട്. ഇന്ന് 10 ദിവസത്തെ പ്രാർത്ഥന തീർന്ന് എല്ലാവരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച്, ഞാൻ കഴിച്ചില്ല. കാരണം ഈ യോഗം കൂടെ കഴിഞ്ഞേച്ച് കഴിക്കാൻ ക്ഷീണമല്ലോ ഉണ്ട്. ഈ ദിവസങ്ങളെല്ലാം യാത്ര, തൃശ്ശൂരും പാലക്കാടും കോഴിക്കോടും ഒക്കെ യാത്രയും. 2 ഇവിടെ ഒളിച്ചിട്ട് സമയം കുറഞ്ഞത്, ബാക്കി എല്ലായിടത്തും സമയം കിട്ടുക 2-2.5 മണിക്കൂർ. പകലും പ്രസംഗിക്കുന്നുണ്ട്, വൈകിട്ടും. പകലുമൊക്കെ 2 മണിക്കൂർ 3 മണിക്കൂർ, വൈകിട്ടും 2-2.5 മണിക്കൂറാണ് ഈ യാത്രയും. 3 നേരവും നല്ല പെരുക്കുക ചിരിക്കുന്ന കണ്ടില്ലേ? ഒരു ശക്തി പോരാഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ 4 മണിക്ക് 2 വടയും കൂടെ തിന്നേച്ചാ വന്നിരിക്കും. എന്നിട്ട് ഒരു ശക്തിയോ ബലമോ എല്ലാവരുടെയും കാര്യമല്ല. ആട്ടെ. അപ്പൊ ഇതെങ്ങനെയായി സുവിശേഷം അറിയിക്കണ്ടേ? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയം. ശക്തി വേണം ഇതിനകത്ത്. ആട്ടെ, വിവരിക്കുന്നില്ല, സമയത്തെ പേടിക്കുന്നത് കൊണ്ട്. ദൈവത്തിന് ഒന്നാതെയല്ല എന്നെ പറ്റി ആൾക്കാർ പറഞ്ഞ അയാൾക്ക് പൊളിപ്പും ബോധവും ഒന്നും ഉള്ളവനല്ലെന്ന്. അപ്പം അതുകൊണ്ട് അത് പിന്നെ എന്തിനാ ആവർത്തിപ്പിക്കുന്നത്? അതുകൊണ്ട് ഞാൻ അങ്ങ് അടങ്ങുക. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഈ സുവിശേഷം എങ്ങനെ അറിയിക്കണം? ദൈവം അയച്ചെന്നുള്ള ബോധ്യം വേണം. അഭിമാനത്തോടെ പറയണം. പറയുമ്പോൾ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. 5-ാമത്തെ തലക്കെട്ട് അത് പറഞ്ഞങ്ങ് നിർത്തുക. 5-ാമത്തെ തലക്കെട്ട്, എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? 5 തലക്കെട്ട. 1, എന്താണ് സുവിശേഷം? 2, എന്തിനാണ് സുവിശേഷം? 3, ആരാണ് കേൾക്കേണ്ടത്? 4, എങ്ങനെയാണ് പറയേണ്ടത്? 4 കാര്യവും പറഞ്ഞു. ഇനി 5, എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? അതൊക്കെ പറയണമെങ്കിൽ എനിക്ക് ഒരു 2 ദിവസമെങ്കിലും വേണം, കുറഞ്ഞത് ഒരു 3 മണിക്കൂർ വെച്ച് 2 ദിവസം. നിങ്ങൾ ചിന്തിക്കുക, കൊള്ളാം. പക്ഷെ ഇന്ന് ഞാൻ അധികം എടുക്കുന്നില്ല, നിർത്തുക. ഞാൻ സുവിശേഷത്തിൻ്റെ വിശേഷത ഇങ്ങനെ, എനിക്ക് ഗൂഗിളൊന്നും അറിയത്തില്ല കേട്ടോ. കയറുന്നവരോട് ഞാൻ എതിർക്കുന്നുമില്ല, അറിയാവുന്നവർ കയറട്ടെ, എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ ആ കൂടെ കയറുന്നത് വേദപുസ്തകത്തിലാണ്. അത് സമയം കിട്ടുമ്പോഴെല്ലാം ഇരുന്ന് വായിക്കും. പിന്നെ ഈ ആംഗലേയ ഭാഷയും വലിയ വശമില്ല, അതുകൊണ്ട് ഈ മലയാളത്തിലൊക്കെയാണ് ഇത് വായിക്കുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പം ഞാൻ ഇതിനകത്തൂടെ ഒന്ന് കയറി ഇറങ്ങിയപ്പോൾ സുവിശേഷത്തിൻ്റെ വിശേഷത എന്തൊക്കെയാണെന്ന് എനിക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് ഒരു 22 പോയിന്റുണ്ട്. 22. ഇപ്പം നിങ്ങൾ എന്തിക്കാ നേരം പോയ നേരത്തെ താനിത് മുഴുവൻ പറഞ്ഞു വെച്ചാൽ ഞങ്ങളെ ചിലരുടെ എന്തെയാ, അല്ലെങ്കിൽ അയാളുടെ തോടിൽ അങ്ങനെ, അല്ല എൻ്റെ തോടിൽ ഇതാ, വേറെ തോടിലൊന്നും ഇല്ല. പക്ഷെ ഇന്ന് നിങ്ങളെ കൂടെ കണക്കിലെടുത്ത്, സമീപവാസികളെ, മാന്യരായ അയലത്തുകാരി എല്ലാം കൂടെ കണക്കിലെടുത്ത് അധികം ഒന്നും പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. 5 തലക്കെട്ടല്ലയോ പറഞ്ഞത്. അപ്പോൾ 5-ാമത്തെ പോയിന്റിന് ഒരു 5 തലക്കെട്ട്. 22 ഞാൻ 5 പറയുന്നുള്ളൂ, 17 എണ്ണം പറയുന്നില്ല. 5 തലക്കെട്ട്. എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? 5 കാര്യം. 1, എല്ലാം അറിയാവുന്ന കാര്യമാണ്. ഉണ്ടോ? വേറെ പുസ്തകം പോലും കൊണ്ടുവന്നിട്ടില്ല, അറിയാവുന്നത് കൊണ്ട്. കൊണ്ടുവന്നവർ തുറക്കുന്ന പോലുമില്ല. നല്ലത് കിട്ടമാണ്. പിന്നെ ഈ ദൈവദാസം വായിച്ചു തരുന്നതിനെ അഭിനന്ദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പേര് ഞാനങ്ങ് വിട്ടുപോയി. സൗപാസ്റ്റർ, ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ഞാനാണ് എൻ്റെ ഭാര്യയും കൊണ്ടുവന്ന്, അഥവാ എവിടെ വന്നിട്ടോ, അവിടെ കണ്ടിരിപ്പുണ്ടോ? വന്നില്ല. പുറകിലുണ്ട്.
അഥവാ വായനയ്ക്ക് ഒരു ക്ഷീണം വന്നാൽ അത് വിടവ് ഇനിയും വേണ്ട തീരുകയോ. ദൈവത്തിന് മഹത്വം. ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട്, സഭയിൽ നിന്ന് പലരും ഉണ്ട്. പി കുര്യൻ പാസ്റ്റർ, ഇപ്പം പാടിയ സാമ്, തമ്പിക്കുട്ടി പാസ്റ്റർ, പിന്നെ സണ്ണി, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒത്തിരി പേരുണ്ട്. സ്തോത്രം. ഉപവാസ പ്രാർത്ഥന 10 ദിവസം ഇന്ന് തീർന്നുകൊണ്ട് ചിലർക്കൊക്കെ ഇച്ചിരി ബന്ധപ്പാടുണ്ടായിരുന്നു. 10 ദിവസവും കണ്ടിന്യൂ ഇരിക്കുകയല്ലോ. കർത്താവിൻ്റെ ദാസിയും കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം. ഞങ്ങളുടെ ഷിബു പാസ്റ്റർ ലണ്ടനിൽ അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ കൂടെയുള്ള അറിയാമല്ലോ, താമസം ഷൂപാസ്റ്റോടുണ്ട്. പുള്ളി ചിലപ്പോൾ ചിന്തിക്കുക കൂടെ കാണുന്ന കണ്ടില്ലല്ലോ എന്ന്. അപ്പൊ ശ്രദ്ധിക്കുക, ആ മാന്യ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വിലയ്ക്ക് പല നിലകളിലാണല്ലോ സഹായം. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ദൈവത്തിന് മഹത്വം. ഒന്ന്, സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, സുവിശേഷം രക്ഷിക്കുന്ന മാർഗമാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ തിരുവെടുത്ത്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. പ്രിയരേ, സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ഒരു വിഭാഗത്തെ മാത്രമല്ല, ഒരു കൂട്ടരെ മാത്രമല്ല, ഒരു ഏരിയയിലുള്ളവരെ മാത്രമല്ല, സകല മനുഷ്യനെയും രക്ഷിക്കുന്ന മാർഗമാണ് സുവിശേഷം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ പരിശുദ്ധ നാമം. നിവാസികളെ രക്ഷ ചെയ്വതിന് അക്ഷയ കുമാരനേശു മർത്യനായി വന്നു. നിവാസികളെ രക്ഷ, കുമ്മിയുടെ താളം വിടും. നിവാസികളെ രക്ഷ ചെയ്വതിന് അക്ഷയ കുമാരനേശു മർത്യനായി വന്നു. നിവാസികൾ രക്ഷ ചെയ്വതിന് എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. മോനെ, ഇനി വെള്ളത്തിന് പോകണ്ട, നിർത്തി ഞാൻ നിർത്തുക. മോൻ ഇവിടെ വന്നിരുന്നു. നീ അങ്ങോട്ട് കാല് ഉരുണ്ടുപോയി, കാല് തട്ടി വീണെങ്കിൽ പിന്നെ മോൻ ഇവിടെ ഇരുന്നു. ഇനി വെള്ളം മതി, ഒത്തിരി ഞാൻ കുടിച്ചു, നിങ്ങളും കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയരെ, സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. ഏത് വ്യക്തിയെയും രക്ഷിക്കും. ഈ രക്ഷ കരസ്ഥമാക്കാൻ ഒന്നും കൊണ്ട് കൊടുക്കണ്ട. ഇവിടെ നേർച്ചപ്പെട്ടി ഒന്നും വെച്ചിട്ടില്ല, നിരതദ്രവ്യ ഒന്നും കൊണ്ട് കിഴിയൊന്നും വെക്കണ്ട. അരി വേണ്ട, തുണി വേണ്ട, മണി വേണ്ട, കിണി വേണ്ട, ആട് വേണ്ട, മാട് വേണ്ട, കാട് വേണ്ട, വണ്ടി വേണ്ട, ഒന്നും വേണ്ട. അല്ല, എന്തോ വല്ലോ കേട്ടോ, അങ്ങോട്ട് ചെന്നിട്ടും പ്രയോജനം ഒന്നും ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ മുഴുവനും ഉണ്ടാക്കിയ ദൈവത്തിന് എന്തിനാ? നിന്റെ വല്ലോ. ദൈവത്തിന് നിന്നെ ആവശ്യം ദൈവത്തിന്. നിന്റെ പൈസ ഒന്നും വേണ്ട, 5 രൂപ ദൈവത്തിന് വേണ്ട. ദൈവത്തിന് ആവശ്യം നിന്നെയാ. അത് ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ ദൈവമേ, ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. എൻ്റെ ദൈവമേ, ഇന്ന് രാത്രി എന്നെ കൈവിടരുത്. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണം. എൻ്റെ ഉള്ളത്തിലേക്ക് വരണമെന്ന് ഈ രാത്രി ഏത് വ്യക്തി പ്രാർത്ഥിക്കുന്നോ അവരെ ഇന്ന് രാത്രി ദൈവം രക്ഷിക്കും.
വിശദീകരിക്കുന്നില്ല, നിർത്തുക. ദൈവത്തിന് മഹത്വം. അപ്പോൾ സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. രണ്ട് സുവിശേഷം സമാധാനം തരുന്ന മാർഗമാണ്. വായിച്ചേ, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15 വാക്യം. അറിവുള്ള വാക്യമെങ്കിലും ഇത് വായിച്ച് കേൾപ്പിക്കുന്നതല്ലയോ കുറച്ചുകൂടെ ഉചിതം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-15 തിരുവെടുത്തുകൾ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും പിന്നെ നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. മതി. എന്താ സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത? ഇത് സമാധാനം തരുന്ന മാർഗമാണ്. ഇന്ന് രാത്രി മദ്യം നിനക്ക് സമാധാനം തരത്തില്ല. കേട്ടു, ആർക്ക് കഷ്ടം, ആർക്ക് കലകം, ആർക്ക് ആവലാതി. മദ്യം രുചിക്കുന്നവർക്കും കുടിക്കുന്നവർക്കും രുചിക്കുന്നവർക്കും നോക്കുന്നവർക്കും അതിലാശ്രയിക്കുന്നവരൊക്കെ അവരെന്നെ അടിച്ചു, നൊന്തില്ല, അറിഞ്ഞില്ലെന്നൊക്കെയാ പറയുന്നത്. ഇന്ന് രാത്രി സ്നേഹിത സുഹൃത്ത്, മദ്യമല്ല നിനക്ക് സമാധാനം തരുന്നത്. അവൻ നിന്റെ കുടുംബത്തെ നശിപ്പിക്കും, നിന്റെ ശരീരത്തെ കാർന്നു തിന്നും. അവൻ മാത്രമാണ് നിന്റെ കുഞ്ഞുങ്ങൾ അനാഥരാകും, നിന്റെ കുടുംബത്തെ നശിപ്പിക്കും, നിന്നെ അവൻ അധോഗതിയിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി മദ്യമല്ല നിനക്ക് സമാധാനം തരുന്നത്. ഇപ്പോഴാണ് എല്ലായിടത്തും അങ്ങ് ബാറാ ഉള്ള മെയിൻ റോഡിലല്ല. എല്ലായിടത്തും സൂത്രക്കാരാ, മൊത്തം സൂത്രക്കാരൻ. ആദ്യം ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞാ ബോർഡ് കൊടുക്കുന്നത്, പിന്നെ അതിന്റെ താഴെ ഇങ്ങനെ എഴുതി മൂടി വെച്ചിരിക്കുക. ഈ കുരിശൻ തൊട്ടി, അമ്പലം, അങ്ങനെയുള്ളതിനൊക്കെ ഇത്ര മീറ്റർ നകല. അതിന് ഒരു വിധം എവിടാണെന്നും പറയുന്നില്ല, ഞാൻ കണ്ടുപിടിച്ചത്. അപ്പൊ ഈ കുരിശൻ തൊട്ടിയുടെ അവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ ഇത്ര മീറ്റർ കൊടുക്കാനൊക്കത്തില്ല. അവൻ കൊണ്ട് വാതിൽ വേറൊരു സ്ഥലത്ത് ആക്കി. അപ്പൊ വാതിൽ കൂടെ വരുമ്പോൾ ഇത് എങ്ങനെയുണ്ടാ? വാതിൽ മെയിൻ റോഡിന് അവിടെ വെക്കേണ്ടത്. വെച്ചാൽ ഈ കുരിശൻ തൊട്ടി അപ്പുറം ഗുരുമന്ദിരം കൊടുക്കാൻ അനുവദിക്കത്തില്ല. ഇവന്റെ എല്ലാം സൂത്രം. അതിനവൻ അങ്ങേയറ്റത്ത് കൊണ്ട് വാതിൽ വെച്ചു. അപ്പൊ ആ വാതിൽ ഇങ്ങോട്ട് അളക്കുമ്പോ അങ്ങനെ അനുവാദം കൊടുത്തു. അനുവാദം കൊടുത്തപ്പോൾ അവൻ അവിടെ കെട്ടിയടച്ച് ഇവിടെ തുറന്നു. എങ്ങനെയുണ്ട്? എല്ലാവരും ചത്ത വീട്ടിയിരിക്കുന്നത് പോലെ നശിപ്പിക്കുകയല്ലേ. എന്നിട്ട് മുട്ടിന് മാറി ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ ഉടനെ പോലീസ് ഊതറ. എന്നോടും പറഞ്ഞു ഊതാൻ. ഞാൻ ഊതി. എവിടെ നടന്നതാ. ജീരവെള്ളം കുടിച്ച ഉടനെ കിണീന്ന് കേൾക്കുവോ? അതെന്നാ എന്തുവാ? അല്ല, ജീരവെള്ളം കുടിച്ച ഉടനെ ശബ്ദം കേൾക്കുവോ? സാവഭാഷ. ഉലുവ വെള്ളം കുടിച്ചാൽ ശബ്ദം കേൾക്കും. കേൾക്കുമൊക്കെ കേൾക്കും. എനിക്ക് ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് ഡൗട്ട് ഉണ്ട്. ഞാൻ ഉള്ളിവാവും. സ്തോത്രം. അയ്യോ, മദ്യം നിനക്ക് സമാധാനം തരത്തില്ല. ലഹരി പദാർത്ഥങ്ങൾ സമാധാനം തരത്തില്ല. പാപകൃതികൾ, പാപവഴികൾ, ഇതൊന്നും സമാധാനം തരത്തില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സമാധാനം യേശുവിലുണ്ട്. അയ്യോ, യേശുക്രിസ്തുവിന്റെ പേര് തന്നെ പലതുണ്ട്, പര്യായ പദങ്ങളെ. അതിലൊരു പദം ഇങ്ങനെ സമാധാന പ്രഭു. ഒരു പദം ഇതാ, സമാധാന പ്രഭു. എങ്ങനെയാ ഈ സമാധാനം? പ്രവാചകൻ പറയുക, നദി പോലെ ഒഴുക്കുക. അങ്ങനെ പാട്ടില്ലേ നമ്മള്, നദി പോലെ ഒരു വരി ഒന്ന് പാടിക്കും. എനിക്ക് സാംസനെ അറിയത്തില്ല. ഒരു വരി ഒന്ന് പാടും, സന്തോഷത്തിനല്ല, സാംസനെ കൊച്ചാക്കാനല്ല. അതാ നമ്മുടെ മാവേലിക്കര അയച്ചാനും ഏലിയാം കൊച്ചമ്മയും കൂടെ. പിന്നെ നദി പോൽ സമാധാനം. ഞാൻ പാടുകയല്ല മോനെ. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ സമാധാനം എങ്ങനെയാണെന്നറിയാമോ? നദി പോലെ ഒഴുക്കും.
ഇന്ന് രാത്രി മനോദുഃഖത്തോടെ മനോവേദനയോടെ ചഞ്ചലചിത്തരായി അയ്യോ എങ്ങനെ രക്ഷപ്പെടും, എനിക്ക് ആരുമില്ല, എന്തിന് ഞാൻ ജീവിക്കുന്നു, തിങ്ങി വിങ്ങുന്ന ഹൃദയവേദനയുമായി ഭർത്താവിനോടോ ഭാര്യയോടോ മക്കളോടോ മാതാപിതാക്കളോടോ ആരോട് അറിയിക്കാതെ മനോദുഃഖത്തോടെ ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ യേശു നിനക്ക് സമാധാനം തരും. അങ്ങനെ സമാധാനം പ്രാപിച്ചവരാ ഇടിയിരിക്കുന്നേ. അമ്മയുടെ കയ്യിലോട്ടൊക്കെ മൈക്ക് കൊടുത്ത് ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞ അമ്മ പറയും, എന്റെ പാസ്റ്റേ ഒരു സമാധാനവും ഇല്ലായിരുന്നു, പക്ഷേ യേശു ഉള്ളത്തിൽ വന്നു, ഇപ്പൊ സമാധാനമാണ്. സ്തോത്രം, സമാധാനമായി. യേശു സമാധാനം തരും. ഇവിടെ വന്നവർക്ക് ആർക്കും പ്രശ്നമില്ലെന്ന് ധരിക്കരുത്. എല്ലാവരും പ്രശ്നക്കാരാണ്. കടഭാരമുള്ളവര്, വീടില്ലാത്തവര്, വാടകയ്ക്ക് താമസിക്കുന്നവര്, വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നവര്, പിള്ളേരില്ലാത്തവര്, പിള്ളേരെ ഓർത്ത് വ്യാകുലപ്പെടുന്നവര്, കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് ഞെരങ്ങുന്നവര്, ഉപരിപഠനം എങ്ങനെയാണെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവര്, കല്യാണം നടക്കാതെ എന്തെല്ലാം പ്രശ്നങ്ങളായി ഇവിടെ ഇരിക്കുന്നവര് ഉണ്ട്. വീഡിയോ എടുക്കുന്ന പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ലയോ? ഏനാ നിന്ന് പറഞ്ഞു പ്രശ്നമില്ലേ? ഉണ്ട്. ചൈനീസ് സിസ്റ്റക്കില്ലയോ വിഷയം? ഉണ്ട്. വാക്യം വായിക്കുന്ന സാഹു നല്ല ക്ലിയറായിട്ട് വായിക്കുന്ന പ്രശ്നമൊന്നുമില്ലേ? മുഴുവൻ പ്രശ്നമാണെന്നാ പുള്ളി. സാംസൺ പ്രശ്നമൊന്നുമില്ലേ? ഇരിക്കുന്ന കാണുമ്പോൾ അറിയാം പ്രശ്നമാ. സ്തോത്രം. മോന് പ്രശ്നമൊന്നുമില്ലേ? ഇവിടെ മൈക്ക് ഓപ്പറേറ്റ് മോന്റെ പേരെന്നാ? ഷിജിന് പ്രശ്നമൊന്നുമില്ല. അതല്ലേ ഇടയ്ക്ക് ഇറങ്ങിപ്പോയത്. എല്ലാവർക്കും പ്രശ്നമാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്നല്ലെങ്കിൽ ഷിജിന്റെ പുറകെ ഇരിക്കുന്ന അമ്മേ പ്രശ്നമൊന്നുമില്ല അമ്മേ. ഓ വെള്ളസാരി കൊടുത്ത അമ്മേ. ഓ നാളേക്ക് കേൾക്കാനൊന്നും മേലെ. അമ്മയെ പ്രശ്നമൊന്നുമില്ലേ? ഉണ്ട്, ഉണ്ട്. എന്നാലും എന്ത് സന്തോഷത്തോടെ അമ്മ ഇരിക്കുന്നേ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രശ്നം ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന എന്നാണെന്നറിയാമോ? യേശു ഞങ്ങളുടെ ഉള്ളത്തിലുണ്ട്. യേശു ക്രിസ്തുവിൽ കൂടിയുള്ള സമാധാനം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി സുവിശേഷം രക്ഷിക്കുന്ന മാർഗം, 2 സുവിശേഷം സമാധാനം തരും. അയ്യോ എനിക്ക് നിർത്താനൊന്നും തോന്നുന്നില്ല. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. യേശു നായകൻ, സമാധാന ദായകൻ, നിനക്കെന്നും ദാനമേ. എന്തിനാകുലം കലരുന്നൻ മനമേ, എന്തിനാകുലം കലരുന്നൻ. നിർത്താൻ പറയാ എന്നാ മോനെ വിഷയം വല്ലോ ആണ്. ഇച്ചിരി പറഞ്ഞോട്ടെ. യേശു നായകൻ, സമാധാന ദായകൻ, നിനക്കെന്നും ദാനമേ. എന്തിനാകുലം കലരുന്ന മനമേ, എന്തിനാകുലം കലരുന്ന. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് രാത്രി സുവിശേഷത്തിന്റെ 2ാമത്തെ വിശേഷത ഇത് സമാധാനം തരും. ഈ സമാധാനം കൈവരിക്കാൻ ഒന്നും കൊടുക്കണ്ട, ഒന്നും വേണ്ട. വെള്ളത്തുണിയും കൊണ്ട് കൊടുക്കണ്ട, മഞ്ഞത്തുണിയും കൊടുക്കണ്ട, ചുമന്ന തുണിയും കൊടുക്കണ്ട, കറുത്ത തുണിയും കൊടുക്കണ്ട, അരിയും വേണ്ട, പൊരിയും വേണ്ട, ഒന്നും വേണ്ട. കോഴിയും വേണ്ട, ആടും വേണ്ട. കോഴിയുടെ പടലേക്ക് എന്നാ സമാധാനം കേട്ടോ? കോഴിക്ക് സമാധാനമില്ലാതെ കിടക്കും. കോഴിയുടെ സമാധാനം കളഞ്ഞാൽ ചാന്നോടാ നീ, നിനക്ക് സമാധാനം. ദൈവത്തിന് മഹത്വം. 5 പൈസ നീ കൊടുക്കണ്ട. ഇരിക്കുന്ന കിടത്തിരുന്ന് ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാ മതി. എൻ്റെ ദൈവമേ എൻ്റെ ഉള്ളത്തിലോട്ടൊന്ന് വരണം. യേശു ഉള്ളിലോട്ട് വന്നാൽ സമാധാനമാണ്, സമാധാനമാണ്. ദൈവത്തിനാണ് വിവരിക്കുന്നില്ല. സുവിശേഷത്തിന്റെ 3ാമത്തെ വിശേഷത, 5 കാര്യമേ ഇന്ന് പറയുന്നുള്ളൂ. 3ാമത്തെ വിശേഷത ഇത് യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും.
വായിച്ചേ, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 27, 28. വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നുവെന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടപ്പി. മതി. സുവിശേഷത്തിന്റെ 3-ാമത്തെ വിശേഷത ഇത് യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. ഒരു 100 കൊല്ലം മുമ്പ് എന്റെ വല്യപ്പന് ഇതുപോലെ വസ്ത്രമൊന്നും ധരിച്ച് നടക്കാനൊക്കത്തില്ലായിരുന്നു. വഴിയിൽ കൂടെ അറിയാമല്ലോ, അയിത്തം ഇതുപോലെ വെള്ളത്തുണി. എന്റെ വല്യപ്പന്റെ അപ്പന് ഒരു 100 ചില്ലുവാനും വർഷം മുൻപ് പൊതുനിരത്തിൽ കൂടി ഇങ്ങനൊന്നും നടക്കാനൊക്കത്തില്ല. ഇപ്പൊ താണ്ട ഞാൻ ഇഷ്ടം പോലെ ഒരാൾ ചോദിച്ചു എന്തിനാ ഇതിനും വേണ്ട, ഇതെല്ലാം അതിന്റെ കേട് തീർക്കുക. ഞാൻ ഒരു തള്ള ചോദിച്ചു ഇതെന്തിനാണ്. ഞാൻ പറഞ്ഞു തള്ളയെ ബോധമില്ലാത്ത പെണ്ണുങ്ങൾ വരും യോഗത്തിന്, എങ്ങനെ തലയെ തുണിയിടണമെന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ബോധക്കേടുകാരി പെണ്ണുങ്ങൾ വരുമ്പോ അതിനെ കാണിക്കാനാ എന്തെല്ലാം ഗുണമുണ്ടെന്നറിയാവോ? പണ്ട് വിശറിയെ പറ്റി ഒരാൾ പറഞ്ഞു, വീശാം വിരിക്കാം, കുടയായി പിടിക്കാം, കാശിക്ക് പോകാം, വടികുത്തി നിൽക്കാം. വിശറിയുടെ ഗുണമേ വീശാം വിരിക്കാം, ഒന്ന് വീശാം, രണ്ടെവിടെയും ചെന്ന് തല വെക്കണമെങ്കിൽ വീശാം വിരിക്കാം, കാശിക്ക് പോകാം ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഗുണമാ. അപ്പൊ ഈ സുവിശേഷത്തിന്റെ വിശേഷത ഇത് യോഗ്യമായിട്ട് തന്നെ നടത്തും. ഒരു കാലത്ത് യോഗ്യതയില്ലാതാണ് നമ്മൾ നടന്നത്. മുമ്പേ കേൾപ്പിച്ചതുപോലെ അയലത്തുകാർക്ക് ദോഷമായി, കുടുംബത്തിൽ കലഹമായി, കുടിച്ചേച്ചുമൊക്കെ വന്നേ ഭാര്യയെ തല്ലി ഉപദ്രവിച്ച് മുടിക്കുത്തിന് പിടിച്ചിട്ട് അലക്കി പിള്ളേരെ ഇടിച്ച് എല്ലാവർക്കും പേടി സ്വപ്നമാണ്. ആണ്ട വരുന്നെന്നാ പറയുന്നത്. പിള്ളേരും പറഞ്ഞു ആണ്ട് വന്നു. കൊച്ചുങ്ങൾ കട്ടിലിനടി തള്ള കഥകിന്റെ ഇടയില് വല്യമ്മ തള്ള വരക്കി വിറ്റ് നടക്കുന്നു കണ്ടതാ ഞാൻ. അവസാനം തള്ളക്കിട്ടൊരു തല്ല്, പെറ്റ തള്ളക്കിട്ട് ഇത് അകത്തോട്ട് ചെന്ന വല്ല ബോധമുണ്ടോ? അപ്പൊ തള്ള തലേ കൈ വെച്ച് പ്രാകുന്നത് ഞാൻ കൊച്ചുനാളിൽ കേട്ടതാ. പ്രാഗ് ഇങ്ങനെ, എടാ നിന്നെ കാലപാമ്പ് കൊത്തിക്കൊല്ലുവന്ന്. എന്നാ പാമ്പാന്ന് ഇതുവരെ എനിക്ക് പിടിയും കിട്ടിയിട്ടില്ല. കാലപാമ്പ് അണലിയാണ്. ഇന്നാണ് വെള്ളിക്കെട്ട 5 ഈ വീട്ടിൽ ഇതിന് വേണ്ട പാമ്പ്. എനിക്കൊന്ന് പാമ്പം കണ്ട ഒരു അവിടെ പെറ്റുപിരിക്കുന്നത്. ദൈവമേ, ആ കുഞ്ഞുങ്ങൾ കടന്നു പോയല്ലോ, സങ്കടം, സൂക്ഷിക്കണേ. അതാ ഞാനും മോനങ്ങോട്ട് വെള്ളത്തിന് പോയപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞു. നാശം വന്നു. ഇവിടെയൊക്കെ തെളിഞ്ഞാ കിടക്കുന്നത്, എന്നാലും പോകണ്ട. ഇരുട്ടത്ത് ഇറങ്ങുമ്പോഴേ ഒക്കെ ശ്രദ്ധിച്ചോണേ. വല്ലാത്ത അന്തരീക്ഷമാണ്, വല്ലാത്ത കാലമാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ തള്ള തലേ കൈവച്ച് പ്രാകുന്ന ഞാൻ കേട്ടതാ. എടാ നിന്നെ കാലപാമ്പ് കൊത്തി. അങ്ങനെ കൊത്താനൊന്നും അല്ല അമ്മ പറഞ്ഞത്, സഹികെട്ട് പറഞ്ഞതാ. പെറ്റതള്ളമാരങ്ങനെ ഇച്ചിരി പ്രാകിയാലും എന്തേലുമൊക്കെ പറഞ്ഞാലും ഇച്ചിരി കഴിയുമ്പോൾ അവരുടെ ഹൃദയം, ദൈവമേ ഞാൻ അറിയാതെ എൻ്റെ കുഞ്ഞിനെ അങ്ങനെ പറഞ്ഞു, ദൈവമേ ഒന്ന് മരുത്ത്. അമ്മ അതാ, ഈ അമ്മേനെ നീ കൊണ്ട് അനാഥാലയത്തിൽ ഇട്ടേക്കുന്നു. എടാ കഴുതേ, ഇങ്ങനെയുള്ള അമ്മേനെ അനാഥാലയത്തിൽ കൊണ്ടിട്ടിരിക്കുക. എന്നിട്ട് ചത്ത് കഴിയുമ്പോൾ ഇവൻ പോസ്റ്റയിലും മതിലേലെല്ലാം സ്തോത്രം അമ്മച്ചി നിത്യതയിൽ എന്നുവെച്ചാ 5-6 ബൊക്കയായിട്ട് തള്ളിക്കൊണ്ട് വരിക. എന്നതിന് ജീവിച്ചിരിക്കുമ്പോൾ പെറ്റതള്ളക്ക് വെള്ളം കൊടുക്കാത്ത നീയാന്നോടാ ചത്ത് കഴിയുമ്പം നാട്ടുകാർക്കെല്ലാം മണ്ണും പഴവും പപ്സും വേണം. തള്ളക്ക് കൊടുക്കണ്ടേ? ആട്ടെ, ഞാനങ്ങ് അടങ്ങുക. ദൈവത്തിന് മഹത്വം. അപ്പൊ തള്ളയും ഭാര്യയൊക്കെ പ്രാഗി, ഭാര്യയെ തല്ലി തലമുടിക്ക് പിടിച്ച് കണ്ടോണ്ടിരിക്കുക. തലമുടിക്ക് പിടിച്ച് നമുക്ക് അടുക്കാൻ പറ്റുമോ? ഞാനിന്ന് കൊച്ച അടികൊണ്ട് വശം കെട്ടപ്പാ തള്ള അല്ലെ മൂപ്പ തള്ള അവിടെ കിടന്ന് പറയാ തൻ്റെ തലയിൽ വെള്ളിടി വെട്ടു വന്നു. ഇത് ഞാൻ കേട്ടതാ. ഇത് അങ്ങനെ വെട്ടാനോ നശിക്കാനല്ല, സ്വസ്ഥത കെടുത്തി. പക്ഷേ ആ വ്യക്തി രക്ഷിക്കപ്പെട്ടു. യേശുവിനെ അറിഞ്ഞു.
മറ്റേതെല്ലാ ദിവസവും തന്തയ്ക്ക് ആലോക്യവും അലപ്പറയുക. ഇപ്പൊ സന്ധ്യയാകുമ്പോൾ വേറെ പുസ്തകം എടുത്തു വെച്ചോണ്ട് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. എന്ത് യോഗ്യമായിട്ടാണ് ഇപ്പം ജീവിക്കുന്നത്? എന്താ സുവിശേഷം യോഗ്യമായിട്ട് ജീവിക്കാൻ ഇടയാകും. പണ്ടൊന്ന് പറഞ്ഞ് രണ്ടാമത്തിന് തല്ലും ബഹളവും തെറി. ഞങ്ങൾക്കൊരമ്മയുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയെ കാണാനൊക്കെ പോകും. പ്രായമാണ്, തള്ളയുടെ പുള്ളിയെ സഖാവെന്നാ അമ്മച്ചിയെ വിളിക്കുന്ന, സഖാവ്. ബാക്കി പേര് ഞാൻ അറിയാമായിരിക്കും. ഇപ്പോഴും ഉണ്ട്, 100 വയസ്സ്. ദൈവത്തിന് മഹത്വം. അപ്പൊ ആയ കാലത്ത് പേരും സ്ഥലം ഒന്നും പറഞ്ഞില്ല. അന്നത്തെ കാലത്ത് പാർട്ടി ബേസിലുള്ള ഉടക്ക കൊണ്ട് തള്ള നല്ല മൂച്ചുള്ള തള്ളയാ. ഞാനൊരിക്കൽ ചോദിച്ചു അമ്മച്ചിയായിട്ട് വർത്താൻ. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഇന്നിടത്തെ വക്കീലിനെ അമ്മച്ചി തല്ലിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ വന്നിപ്പോൾ ഞാൻ മുച്ചവിടെ നിന്ന് ഒറ്റ അടി അടിച്ചെന്ന് പറഞ്ഞു. ചുവടൊക്കെ എന്നെ കാണിച്ചു. കൊണ്ടുപോവാം ആയിരിക്കും സന്തോഷം. മുച്ചവിടെ നിന്നൊരു അടി കൊടുത്തന്നെ. പിന്നെ വേറെ ചില കാര്യമൊക്കെ പറഞ്ഞു, അതെല്ലാം ഇപ്പൊ പൊതുവെ പറയാനൊക്കത്തില്ല. ഉള്ള ഇപ്പോഴും കൊണ്ട് ഞാൻ ഈയിടെ പോയി കണ്ടു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. എന്നാൽ യേശു ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അടിപിടിക്ക് പോകത്തില്ല, അനാവശ്യം പറയത്തില്ല. ഇപ്പോൾ ആ അമ്മയുടെ അടുക്ക ചെന്ന് എന്തെങ്കിലും വർത്താനം, സ്തോത്രം സ്തോത്രം സ്തോത്രം. സുവിശേഷം യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. ദൈവത്തിന് മകത്ത്. ഇതൊക്കെ നിന്ന് പറയേണ്ട കാര്യമാണ്. ഇന്ന് നമുക്ക് എന്തേലും യോഗ്യതയുണ്ടെങ്കിൽ ഈ സുവിശേഷം കൊണ്ടാണ്. എന്തേലും മാന്യതയുണ്ടെങ്കിൽ അത് സുവിശേഷത്താലാ. എന്തേലും പറയാനുണ്ടെങ്കിൽ അത് സുവിശേഷം കൊണ്ടാ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്കോ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇട വരരുത്. സുവിശേഷത്തിന്റെ മൂന്നാമത്തെ വിശേഷത, 1 രക്ഷിക്കും, 2 സമാധാനം, 3 ഇത് യോഗ്യമായിട്ട് നടക്കാം. 2 കാര്യം കൂടെ പറഞ്ഞ് നിർത്തുക, പേടിക്കണ്ട. പോലീസ് അഥവാ വന്നാൽ പറഞ്ഞാൽ മതി. അതാ ഞാൻ നിർത്തുക. 4 സുവിശേഷത്തിന്റെ 4ാമത്തെ വിശേഷത, ഇത് നിന്നെ ഉയർത്തും. വായിച്ചങ്ങ് നിർത്തുക. വായിച്ചോ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായത്തിന്റെ 11-7 വായിച്ചു. പെട്ടെന്ന് വായിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-7. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് ഇന്ന് രാത്രി സുവിശേഷം തന്നെ ഉയർത്തും. വിശദീകരിക്കുന്നില്ല. 5 സുവിശേഷത്തിന്റെ വിശേഷത. കൊലോസ്യ ലേഖനം 1-3 സുവിശേഷം പ്രത്യാശ തരുന്ന മാർഗം. വായിച്ചു. കൊലോസ്യ ലേഖനം 1-3 സുവിശേഷം പ്രത്യാശ തരുന്ന മാർഗമാണ്. പെട്ടെന്ന് കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. എന്നാ ഇനി വേണ്ട, പിന്നെ ഞാനും വായിക്കാം. സുവിശേഷം പ്രത്യാശ തരുന്ന മാർഗമാണ്. ഇന്ന് രാത്രി രക്ഷിക്കുന്ന മാർഗം, സമാധാനം തരുന്ന മാർഗം, യോഗ്യമായിട്ട് നടക്കും, നിന്നെ ഉയർത്തും. സ്തോത്രം, പ്രത്യാശ തരും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് രാത്രി നിങ്ങളെ രക്ഷിക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, സമാധാനം തരുന്ന ഈ നല്ല സുവിശേഷം ഇന്ന് രാത്രി ഇവിടെ അറിയിച്ചിരിക്കാം. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കരുത്. എൻ്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ യേശുവേ ഇന്ന് രാത്രി എന്നെ ഏൽപ്പിക്കുന്നു. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കരുത്. യേശുവേ ഇന്ന് രാത്രി സമർപ്പിക്കുന്നു. എന്നെ രക്ഷിക്കണം, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം, എനിക്ക് സമാധാനം തരണം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇനി പാട്ട് പാടി സമയം കളയുന്നില്ല. ഇതുവരെ എന്നെ കേട്ടിരുന്ന ശ്രദ്ധിച്ച എല്ലാവർക്കും, ദേശവാസികൾക്കും സമീപവാസികൾക്കും എല്ലാവർക്കും നന്ദി. ക്ഷണിച്ചവർക്കും നന്ദി. കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നു നീ ഒരിക്കൽ കൂടെ ദൈവവിളി കേട്ടല്ലോ, രക്ഷിതാവു നിന്നെ ഇന്ന് സ്വന്തമാക്കി തീർത്തിടും. ഇന്നു തന്നെ നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാഴവങ്കൽ നീ ഇന്ന്. ഭയം വേണ്ട,
കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവമേ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം. അനുഗ്രഹമായ ഈ